ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് പഫ് സ്ലീവായിട്ട് എങ്ങനെ തയ്ക്കണതെന്ന് നോക്കാം. ഒരു 10 ഇഞ്ച് ഇറക്കമുള്ള സ്ലീവാണ് നമ്മൾ തയ്ക്കണമെങ്കിൽ നമുക്കതിൻ്റെ കൂടെ 1.5 ഇഞ്ച് മടക്കി അടിക്കാനും തയ്യൽ തുമ്പിനും സാധാരണ ഇടും പോലെ ഇട്ടിട്ട് നമുക്ക് 3 ഇഞ്ച് പഫിനായിട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. അത് നമുക്ക് നോക്കാം. സാധാരണ നമ്മളൊരു ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ അളവിൽ തന്നെ നമ്മളത് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് എടുക്കണം. പഫുകൾ പലതരത്തിലുണ്ട്. കുറച്ച് നല്ലതായിട്ട് കൂടുതൽ അടിയിലും മുകളിലും ഒക്കെ പഫായിട്ടിരിക്കാൻ പാകത്തിനുള്ളതുണ്ട്. ഇതിപ്പോൾ സാരി ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ മാത്രം കുറച്ച് പഫ് വരാൻ പാകത്തിനുള്ളതാണ് ചെയ്യണത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വരച്ച ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലേക്ക് ഇത് കൊണ്ടുവരണം. ഇറക്കം കുറഞ്ഞ കൈയും പിന്നെ നിറയെ പഫായിട്ട് കയ്യിൽ അടിയിൽ പടിയോ ഇലാസ്റ്റിക്കോ വെച്ചൊക്കെ നമ്മൾ തയ്ക്കണ സമയത്ത് നമുക്ക് ഈ അളവല്ല വേണ്ടത്, വേറെ അളവാണ് വേണ്ടത്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കാണിച്ചു തരാം. ഇനി സാധാരണ ചെയ്യണ മാതിരി ബ്ലൗസിൻ്റെ കൈയുടെ അളവും തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരച്ച് വെട്ടിയേക്കുന്നത് ലൈനിങ് പീസിലാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ട്, അതൊരു ബ്രൊക്കേഡാണ്. അതിലേക്ക് ഇനി ഇതിൻ്റെ സ്ലീവ് ഈ ലൈനിങ് പീസ് വെച്ച് അത് വെട്ടിയെടുക്കണം. പാർട്ട് 1 ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും പിന്നെ ഈ സ്ലീവ് വെട്ടണതും കാണിക്കുന്നുണ്ട്. ബ്രൊക്കേഡിൻ്റെ മുകളിൽ ലൈനിങ് പീസ് വെച്ച് വരച്ചിട്ട് അത് വെട്ടിയെടുക്കണം. ബോർഡുള്ള ബ്ലൗസാണെങ്കിൽ നമ്മൾ ലൈനിങ് വെട്ടുന്ന സമയത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാൻ പറഞ്ഞത് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് ബ്രൊക്കേഡ് മാത്രമേ ഉള്ളൂ, ബോർഡില്ല, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തേക്കുന്നത്. അത് മാർക്ക് ചെയ്ത് വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു വെട്ട് കൊടുക്കുക. നമ്മളത് ബ്ലൗസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ ലൈനിങ് പീസും ബ്രൊക്കേഡ് പീസും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ബ്ലൗസ് പീസിൻ്റെ അകവശത്ത് ലൈനിങ് പീസ് വയ്ക്കാം. ബ്രൊക്കേഡിൽ വെട്ടിയ സമയത്ത് നമ്മൾ ലൈനിങ് പീസിനേക്കാളും കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ബ്രൊക്കേഡിൻ്റെ മുകളിൽ ലൈനിങ് വച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ സ്ലീവ് ബ്ലൗസിൽ പിടിപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കും, കറക്റ്റായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇത് പശ വെച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാനിതുവരെ പശ വെച്ച് ഒട്ടിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ അടിച്ച് തന്നെയാണ് എടുക്കാറ്. അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലേക്ക് കുറച്ചൊക്കെ തള്ളി നിൽക്കുന്നുണ്ടാവുമല്ലോ, ആ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് എടുത്തല്ലോ 3 ഇഞ്ച്, ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഞെറിവിട്ട് തുടങ്ങാം. ഞെറിവ് നമുക്ക് പല വലിപ്പത്തിൽ ചെയ്യാം, പല എണ്ണത്തിലും. കുറച്ച് ഞെറിവ് മതി എന്നുണ്ടെങ്കിൽ 3-4 ഞെറിവൊക്കെ മതി എന്ന് ചിലർ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു 3-4 ഞെറിവൊക്കെ ഇട്ടാൽ മതി. കുറേ ഞെറിവ് അടുപ്പിച്ച് കുരുകുരുന്നുള്ള ഞെറിവാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് അടുപ്പിച്ച് കുരുകുരുന്നുള്ള ഞെറിവാണ്. അപ്പോൾ അത് ഓരോ രീതിയിലും ഞെറിവിടാം.
അപ്പം ഞാൻ ഇതുപോലെയാണ് ഇടുന്നത്. ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഞെറിവ് കുറവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഒരുപോലെ വരാൻ പാകത്തിന് ഞെറിവ് ഇട്ട് കൊടുക്കാം. ഞെറിവെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കി കഴിയുമേ കണ്ടോ കുറച്ച് പൊങ്ങിയിരിക്കണ കണ്ടോ. ഇതിപ്പോൾ ഒരുവിധം പൊങ്ങിയിരിക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ മാത്രം മതി എന്നുകൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ മാത്രമാണ് പൊക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ കുറേ പൊങ്ങിയിരിക്കണമെങ്കിൽ അതനുസരിച്ച് ഞെറിവ് കൂടുതൽ, തുണി വെട്ടുമ്പോൾ അളവ് കൂടുതലും എടുക്കണം. കുറച്ച് മതി എന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂട്ടിയെടുത്തേക്കണത്. ഇനി ഇത് നമുക്ക് ബ്ലൗസിൻ്റെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇത് ഒരറ്റത്തുനിന്ന് തന്നെ തുടങ്ങാം. അറ്റത്തുനിന്ന് അടിച്ച് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ സെൻറ്റർ ആദ്യം നോക്കണം. സെൻറ്റർ വരുമ്പോൾ നമുക്ക് ഞെറിവ് കുറവാണെങ്കിൽ, അതായത് സ്ലീവിലെ ഭാഗം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ ഞെറിവ് ഇട്ട് കൊടുക്കാം. സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് അടിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും.